കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്ന് ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ട സംഭവത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും ആരോഗ്യവകുപ്പിൽ തുടർച്ചയായുണ്ടായിരിക്കുന്ന വീഴ്ചകളിലും പ്രതിഷേധിച്ചുകൊണ്ട് ആലങ്കോട് നന്നമുക്ക് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ചങ്ങരംകുളത്ത് പ്രതിഷേധ പ്രകടനം നടത്തി. ലോകത്തിന് മാതൃകയായിരുന്ന കേരളത്തിന്റെ ആരോഗ്യരംഗം കഴിഞ്ഞ കുറച്ചു കാലമായിക്കൊണ്ട് ഏറ്റവും ദയനീയമായ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് നമ്മളെല്ലാവരും കണ്ടുവരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മുടെ ബഹുമാനായ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ കേരളത്തിന്റെ ആരോഗ്യരംഗം വെന്റിലേറ്ററിലാണ് എന്നത് അക്ഷരാർത്ഥത്തിൽ ശരിയാവുന്ന സാഹചര്യത്തിലൂടെയാണ് ഇന്ന് കേരള ജനത മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും കണ്ട ഏറ്റവും ദുഃഖകരമായ ഒരു വാർത്ത, സാധാരണക്കാരൻ തന്റെ ആരോഗ്യപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി സമീപിക്കുന്ന കോട്ടയത്തെ ഒരു മെഡിക്കൽ കോളേജിന്റെ വലിയൊരു ഭാഗം തകർന്നു വീണ് അതിനടിയിൽപ്പെട്ട് ഒരു രോഗിയുടെ കൂട്ടിരിപ്പുകാരി മരിച്ചു പോകുന്ന സാഹചര്യം നമ്മുടെ മുന്നിൽ ഇന്നലെ കാണാനായി. ഈ ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ ആരോഗ്യമന്ത്രിയുടെ നിരുത്തരവാദപരമായിട്ടുള്ള പ്രസ്താവനകളും ആയി മുന്നോട്ട് പോകുന്ന ഈ ഗവൺമെന്റിന്റെ കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെട്ടിരിക്കുന്നുവെന്നും ആരോഗ്യമന്ത്രി ഈ സാഹചര്യത്തിൽ രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിലുടനീളം ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ പ്രതിഷേധ സംഗമങ്ങളും പ്രതിഷേധ പ്രകടനങ്ങളും നടന്നു വരികയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മളും ഇവിടെ ഇത്തരത്തിലൊരു പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ പ്രതിഷേധ സംഗമത്തിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട മലപ്പുറം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് പന്താവൂരിനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട ഈ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിന്റെ നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരളം ഇന്ന് അതീവ ദുഃഖകരമായ ഒരു പശ്ചാത്തലത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ നാം കേട്ടത് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ഒന്നാകെ കോട്ടയത്തുണ്ടായിട്ട് പോലും പാവപ്പെട്ട ഒരു 51 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ബിന്ദു എന്ന് പറയുന്ന ഒരു സഹോദരി ആ മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്ന് അതിനടിയിൽപ്പെട്ട് ദാരുണമായി രക്ഷാപ്രവർത്തനം നടത്താത്ത ഒരൊറ്റ കാരണം കൊണ്ട് മരണപ്പെട്ടു പോകുന്ന വാർത്തയാണ് നമുക്ക് കാണേണ്ടി വന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗത്തിന്റെ തലവൻ ഹാരിസ് ഹസൻ അദ്ദേഹത്തിന്റെ മുഖപുസ്തകത്തിൽ ഗതികോടിനാൽ എഴുതി വച്ചത് എന്താണ്? ആശുപത്രിയിൽ സർജറിക്ക് വരുന്നവർക്ക് സർജറി ചെയ്യാനുള്ള ഉപകരണങ്ങളില്ലാത്തത് കൊണ്ട് എത്രയോ നിർധനരായ രോഗികൾക്ക് സർജറി നടത്താൻ കഴിയാത്ത സ്ഥിതിവിശേഷമാണ് ഉണ്ടായത് എന്നാണ്. നമ്മുടേതുൾപ്പെടെയുള്ള പരിസര പ്രദേശങ്ങളിലെ ആരോഗ്യ സ്ഥാപനങ്ങളിൽ OP ഇല്ലാതെ IP ഇല്ലാതെ രോഗികൾക്ക് പരിചരണം നൽകാൻ കഴിയാതെ അസുഖബാധിതരായ ആളുകൾ മടങ്ങിപ്പോകുന്ന ദാരുണമായ കാഴ്ചയാണ് നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സ്ഥിതിവിശേഷത്തിന്റെ കാരണക്കാരി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആരോഗ്യമന്ത്രിയാണ് എന്ന് ഓരോ ദിവസവും ആരോഗ്യ വകുപ്പും ആരോഗ്യമന്ത്രിയും നമ്മളെ ബോധ്യപ്പെടുത്തുമ്പോൾ ആ വകുപ്പ് മന്ത്രി ഒരു നിമിഷം പോലും ആ കസേരയിൽ ഇരിക്കാൻ യോഗ്യതയില്ല എന്നും അവർ ആ പദവി ഒഴിയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഭരണസിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റ് മുതൽ കേരളത്തിന്റെ മുഴുവൻ തെരുവോരങ്ങളിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർ വമ്പിച്ച പ്രക്ഷോഭ പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം നൽകുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രിയോട് നിങ്ങളുടെ ആരോഗ്യമല്ല അല്ലെങ്കിൽ കേരളത്തിന്റെ ആരോഗ്യ പ്രശ്നത്തെക്കുറിച്ച് നിങ്ങൾക്ക് ചർച്ച ചെയ്യാനോ നടപടിയെടുക്കാനോ കഴിയാത്തത് മൂലം ദിനംപ്രതി നിത്യരായ നിരവധിയായ രോഗികൾ മരിച്ചുകൊണ്ടിരിക്കുകയും അവർക്ക് കൂട്ടിയിരിക്കുന്നവർക്ക് പോലും രക്ഷയില്ലാത്തൊരിടമായി കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾ വരെ മാറിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള വമ്പിച്ച പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകേണ്ട ഈ സമയത്ത് അതിന് തയ്യാറെടുത്ത് മുന്നോട്ട് വന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ഈ നാട്ടിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും പിന്തുണക്കണമെന്ന് മാത്രം ഈ സമയത്ത് സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ മുദ്രാവാക്യത്തിൽ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ ആരോഗ്യ വകുപ്പിനെ വെന്റിലേറ്ററിലാക്കി കേരളത്തിന്റെ മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് സുഖചികിത്സയ്ക്ക് പോകുന്നു എന്ന വാർത്തയാണ് നമുക്കിന്ന് കേൾക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, അങ്ങയെ വിശ്വസിച്ച് അങ്ങയിൽ വിശ്വാസമർപ്പിച്ച് കഴിയുന്ന 3.5 കോടി മലയാളിയുടെ ജീവനത്തിനും അവന്റെ ആരോഗ്യത്തിനും ഒരു പരിചരണവും നൽകാതെ കഴിയാതെ നിങ്ങളുടെ സ്വജീവ രക്ഷയ്ക്ക് വേണ്ടി അമേരിക്കയിൽ പോയി നിങ്ങളുടെ ആരോഗ്യം രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോ പണ്ടേതോ ചരിത്രത്തിൽ പറഞ്ഞതുപോലെ റോമ സാമ്രാജ്യം കത്തിയെറിയുമ്പോ വീണ വായിക്കുന്ന സമാനമായ അവസ്ഥയാണ് ഇന്ന് കേരളത്തിലെ ഭരണാധികാരികൾ കാട്ടിക്കൂട്ടുന്നത്. ഈ ജനതയ്ക്ക് മുമ്പിൽ ഒരു സമാശ്വാസത്തിന്റെ കൊടുങ്കാറ്റ് പോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തിരിച്ചു വരുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് ഈ പ്രതിഷേധ പ്രക്ഷോഭ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകന്മാരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് കോൺഗ്രസ്. മലപ്പുറം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സിദ്ദിഖ് പന്താവൂർ ഉദ്ഘാടനം ചെയ്തു.
PT ഖാദർ, രജി തടാട്ട്, ഉമ്മർ കുളങ്ങര, ഹുറൈർ കൊടക്കാട്ട്, പ്രസാദ് പ്രണവം, മുസ്തഫ ചാലുപറമ്പിൽ, കുഞ്ഞു കോക്കൂർ, ഉണ്ണികൃഷ്ണൻ, K മുരളീധരൻ, സെലി ചങ്ങരകുളം, KC അലി തുടങ്ങിയവർ നേതൃത്വം നൽകി. CNTV ചങ്ങരകുളം.